തെരുവുനായ ശല്യത്തിന് പരിഹാരമായി സർക്കാരിന് മുന്നിലുള്ള ഏകമാർഗം അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിയാണ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. തെരുവുനായ്ക്കളെ വന്ധീകരിക്കാനുള്ള ഈ പദ്ധതി എത്രത്തോളം കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നത്? സർക്കാരിന് മുന്നിലെ വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ന്യൂസ് മലയാളം പരിശോധിക്കുന്നു. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും 941 ഗ്രാമപഞ്ചായത്തുകളുമായി 15 ABC സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത്. 2023-24 കണക്കുകൾ പ്രകാരം 1 ലക്ഷത്തിലധികം തെരുവുനായ്ക്കളുള്ള തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷന് കീഴിൽ ഒരു ABC കേന്ദ്രമാണ് ഉള്ളത്. ഒരു മാസം 100 മുതൽ 110 വരെ നായ്ക്കൾക്ക് വന്ധീകരണം നടത്തുന്നുവെന്നാണ് നഗരസഭ പറയുന്നത്. അതായത് വർഷത്തിൽ 2500 നായ്ക്കളെ വന്ധീകരിക്കുന്നു. ഈ നിലയിൽ സംസ്ഥാനത്തെ തെരുവുനായ്ക്കളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ എത്ര സമയമെടുക്കും എന്നത് ചോദ്യമാണ്. ഇവയെ മൊത്തം സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2 വർഷം കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഏകദേശം 4000 ഡോഗ്സോളം ഒരു വർഷത്തോളം നമ്മൾ വന്ധീകരണത്തിന് വിധേയമാക്കേണ്ടതാണ്. പക്ഷേ നിലവിലെ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു വർഷത്തിൽ 2000 നായ്ക്കളോളം മാത്രമേ നമുക്ക് വന്ധീകരണത്തിന് വിധേയമാക്കുവാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ പടിപടിയായി ഘട്ടം ഘട്ടമായി നമ്മൾ ആ ഒരു ഉദ്ദേശിക്കുന്ന കപ്പാസിറ്റിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ABC സെന്ററിൽ 2 ഡോക്ടർമാർ, 4 അറ്റൻഡർ, 4 നായപിടുത്തക്കാർ എന്നിങ്ങനെയാണ് ജീവനക്കാരുടെ എണ്ണം. കുറഞ്ഞത് 2000 ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരാകണം സെന്ററുകളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് കേന്ദ്ര നിയമവും. ഈ യോഗ്യതയുള്ള വെറും 6 സ്ഥിര ഡോക്ടർമാർ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തുള്ളത്. ഈ ഇട്ടിരിക്കുന്ന കൂട്ടിലെ തെരുവ് നായ്ക്കളെ ഇട്ടിരിക്കുന്ന അന്നത്തെ ഇവിടുത്തെ ഡോഗ് ഹോസ്റ്റൽ ഉള്ള കൂടുകളാണ്. അതായത് വീട്ടിലുള്ളവർ പുറത്തോട്ട് എവിടെയെങ്കിലും വെക്കേഷൻ സമയങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ദൂരോട്ട് പോകുമ്പോൾ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. അതിന് ഒരു ദിവസം ഇത്ര രൂപ എന്നുള്ളൊരു കണക്ക് വെച്ച് അന്ന് ഈ മൃഗാശുപത്രിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ആ പൈസയാണ് ഇതിന് ഫുഡും ആഹാരങ്ങളും മറ്റെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കിട്ടാത്തതിൻ്റെ പേരിൽ ഹോസ്റ്റലിൽ നിർത്തൽ ചെയ്തിട്ട് പിന്നെ ഇവിടെ ABC ഇത് തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് വന്ന് വന്ധീകരിച്ച് ഈ കൂടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് കീഴിൽ ABC കേന്ദ്രങ്ങൾ ഒന്നുപോലുമില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രഖ്യാപിച്ച പോർട്ടബിൾ ABC കേന്ദ്രങ്ങൾ ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു. പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും സമയമെടുക്കും. ഇവയെ നോക്കാൻ അല്ലെങ്കിൽ ശുശ്രൂഷ നൽകാനൊക്കെ ജീവനക്കാർ ആവശ്യമാണ്. അപ്പം ജീവനക്കാർ വേണം. അവയുടെ ഫുഡിനും അതുപോലെ മരുന്നിനുമൊക്കെ ചിലവ് വഹിക്കേണ്ടി വരും. അതൊരു നല്ലൊരു കോസ്റ്റാവും. അപ്പോൾ ഇതിനകത്ത് NGOസോ അല്ലെങ്കിൽ ഈ മൃഗസ്നേഹികൾ കാണാം, അതുപോലെ മൃഗസംരക്ഷണ സംഘടനകൾ കാണാം. ഇവരുടെയൊക്കെ ഒരു സേവനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ 100 ഡോഗ് ഷെൽട്ടേഴ്സൊക്കെ നഗരസഭ പരിധിയിൽ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. തെരുവ് നായ്ക്കൾക്കായുള്ള ഷെൽട്ടർ ഹോമുകൾ തുടങ്ങുന്നതിന് സംസ്ഥാനത്തെ ജനസാന്ദ്രത വലിയ വെല്ലുവിളിയാണ്. പ്രാദേശിക എതിർപ്പുകളെ എങ്ങനെ നേരിടണമെന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഉത്തരം കിട്ടാത്ത ചോദ്യമായി തുടരുന്നു. രോഗബാധയുള്ള തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തെ ഹൈക്കോടതി തടഞ്ഞതും ഇരട്ടി പ്രഹരമായി. തെരുവുനായ നിയന്ത്രണത്തിനുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും മുന്നോട്ടു പോകുമ്പോഴും ഓരോ ദിവസവും വാർത്തകൾ ആവർത്തിക്കപ്പെടുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന തെരുവുനായ പ്രശ്നവും ഒരു രാഷ്ട്രീയ ചർച്ചയാകുമെന്നതും തീർച്ചയാണ്. തിരുവനന്തപുരത്ത് നിന്നും ദേവൻ MP, ന്യൂസ് മലയാളം.